ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന സിലബസ് ഡിസ്കഷൻ ആണ്. സോ അതിലെ ബേസിക് മെക്കാനിക്കൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ലെറ്റ് എന്ന് പറഞ്ഞാൽ 120 മാർക്ക് എക്സാം ആണ്. അതിലെ ബേസിക് മെക്കാനിക്കലിൽ നിന്ന് അറൗണ്ട് ഒരു 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഇല്ല അതിൻ്റെ സിലബസ് ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ബേസിക് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ സിവിൽ മെക്കാനിക്കലിനെ കൊണ്ട് ഒരു സെഷനിലായിരിക്കും കൊടുത്തേക്കുന്നത്. അതിൽ മോഡ്യൂൾ 1, 2, 3 ബേസിക് സിവിലാണ് ആൻഡ് വേറെ 4, 5, 6 ആണ് ബേസിക് മെക്കാനിക്കൽ വരുന്നത്. സോ ഓരോ മോഡ്യൂൾ വെച്ച് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ മോഡ്യൂൾ 4 നമ്മൾ നോക്കാൻ നേരത്ത് അതിൻ്റെ സിലബസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബേസിക്കലി എന്താണ്, തെർമോഡൈനാമിക്സ് ആണ് വരുന്നത്. അനാലിസിസ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾ ആണ് മോഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയാൻ നേരത്തെ എന്താ, കാർനോട്ട് സൈക്കിൾ വരുന്നുണ്ട്. അത് തെർമൽ പഠിക്കുമ്പോൾ തന്നെ എന്താ, കാർനോട്ട് ബേസിക് ഐഡിയൽ സൈക്കിളാണ്. അതിൽ നിന്ന് വരാൻ നേരത്തെ എന്താ, SI എഞ്ചിൻ്റെ ഓട്ടോ സൈക്കിൾ വരുന്നുണ്ട്, ഡീസൽ സൈക്കിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ, ഡെറിവേഷൻസ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ളത്, അത് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളിൻ്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ അതിൽ വരുന്ന പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്തെ എന്താണ്, ഹീറ്റ് ആഡ് ചെയ്യണത് എങ്ങനെയാണ്, ഹീറ്റ് റിജക്റ്റ് ചെയ്യണത് എങ്ങനെയാണ്, അതിൻ്റെ വർക്ക് ഡൺ, എഫിഷ്യൻസി, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു തിയറി ടോപ്പിക്കിൻ്റെ ഒപ്പം തന്നെ അവിടെ നിന്നുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും എന്താ ചോദിക്കും. പിന്നെ അതിൽ വരുന്ന ടോപ്പിക്കാണ് IC എൻജിൻസ്, ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ്. IC എൻജിൻസിൽ നമുക്ക് നോക്കാനുള്ളത് സ്പാർക്ക് ഇഗ്നീഷൻ നോക്കാണ്ട്, കമ്പഷൻ ഇഗ്നീഷൻ നോക്കാണ്ട് എന്ന് പറഞ്ഞാൽ പെട്രോളും ഡീസൽ എൻജിൻ തന്നെ. അതിൽ തന്നെ എന്താ 2 സ്ട്രോക്കും 4 സ്ട്രോക്കിൻ്റെ കേസ് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ എഫിഷ്യൻസി, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IC എൻജിൻസും അതിൻ്റെ എഫിഷ്യൻസിയും നമ്മൾ നോക്കാനുണ്ട്. ഇനി ഇതിലൊക്കെ അതിൻ്റെ എന്താണ് ഡെഫിനേഷൻസ് അറിഞ്ഞാൽ മതി, അല്ലാണ്ട് ബൾക്കായിട്ടുള്ള ഡെറിവേഷൻസോ കാര്യങ്ങളോ ഇല്ല, അതിൻ്റെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസോ ഇല്ല, അതിൻ്റെ ഡെഫിനേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ വരുന്നതാണ് എയർ ഫ്യൂൽ റേഷ്യോ ആവട്ടെ, അതേപോലെ തന്നെ എന്താ SI എഞ്ചിൻ, CI എഞ്ചിൻ്റെ കേസിലുള്ള ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റംസ് ഏതാണ്, പിന്നെ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, MPFI, അതേപോലെ തന്നെ എന്താ ഹൈബ്രിഡ് എഞ്ചിൻസ്, ഒന്നിൽ കൂടുതൽ ഫ്യൂൾസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എഞ്ചിൻസ്, ഇതെല്ലാം എന്താണ് അതിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ മോഡ്യൂൾ 4 നോക്കുമ്പോൾ തെർമൽ ആണെങ്കിലും തെർമലിലെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബേസിക്കലി അതെന്താണ്, പവർ സൈക്കിൾസും IC എഞ്ചിൻസ് ആയിട്ട് കണക്ട് ചെയ്താണ് വരുന്നത്. പിന്നെ വരുന്നതാണ് മോഡ്യൂൾ 5. മോഡ്യൂൾ 5 എന്താണ്, റെഫ്രിജറേഷൻ ആണ്. RAC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നതിൽ റെഫ്രിജറേഷൻ ആണ് മോഡ്യൂൾ 5 വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, യൂണിറ്റ്സ് ഓഫ് റെഫ്രിജറേഷൻ ആണ്, അല്ലേ. ടണ്ണി, 1 ടൺ = 0.9 ടണ്ണി, അതൊക്കെയാണ് റെഫ്രിജറേഷൻ്റെ യൂണിറ്റ്സിൽ വരുന്നത്. അതേപോലെ തന്നെ എന്താ, റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ, COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇതിനോട് കണക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ് വേപ്പർ കംപ്രഷൻ സൈക്കിൾ. വേപ്പർ കംപ്രഷൻ സൈക്കിൾ എന്ന് പറയുന്ന നേരത്തെ ആ ഒരു സൈക്കിൾ 1, 2, 3, 4 കണക്ട് ചെയ്തിട്ടുള്ള TS ഡയഗ്രം, PH, ആ ഗ്രാഫ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു തിയറി മതി, പ്രോബ്ലംസ് എന്താണ് അവിടെ നിന്ന് ചോദിക്കാനില്ല, നോ പ്രോബ്ലംസ് നീഡഡ്. പിന്നെ വരുന്നതാണ് ഡെഫിനേഷൻ ഓഫ് ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, DBT, WBT എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൈക്കോമെട്രിയിൽ കണക്ട് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ സൈക്കോമെട്രിയിൽ വരുന്നതാണ്, അല്ലേ. സൈക്കോമെട്രിയിൽ നമ്മൾ സെൻസിബിൾ കൂളിംഗ്, സെൻസിബിൾ ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനീഷൻസ് എല്ലാം എന്താ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ എയർ കണ്ടീഷനിങ്, ലേ ഔട്ട് യൂണിറ്റും സെൻട്രൽ എയർ കണ്ടീഷനേഴ്സും വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് മോഡ്യൂൾ 5. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് സ്കെച്ചസ് ഓഫ് എന്താ, പമ്പും ടർബൈൻസും ആണ്. പമ്പ്സ് ആൻഡ് ടർബൈൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് ആണ് വരുന്നത്. പമ്പ്സ് ആൻഡ് ടർബൈൻസിൽ നമുക്ക് എന്താ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്, അതാണ് പമ്പിൽ വരുന്ന കേസ്. ടർബൈൻസ് എന്ന് പറയുന്ന നേരത്തെ എന്താ, പെൽട്ടൺ ടർബൈൻ വരുന്നുണ്ട്, ഫ്രാൻസിസ് കപ്ലൻ, ഈ 3 ടർബൈൻ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ടർബൈൻ ആണ് പെൽട്ടൺ, അതേപോലെ റിയാക്ഷൻ ടർബൈൻസ് ആയിട്ടുള്ള ഫ്രാൻസിസും കപ്ലാനും. അതിൻ്റെ എഫിഷ്യൻസി വേണം. പിന്നെ പ്രോബ്ലംസ്, അവിടെ നിന്ന് പ്രോബ്ലംസ് ചോദിക്കുന്ന എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലംസ് ഓൺ കാൽക്കുലേഷൻ ഓഫ് ഇൻപുട്ടും ഔട്ട്പുട്ട് പവർ ഓഫ് പമ്പ്സും, അതേപോലെ തന്നെ എന്താ ടർബൈൻസും. പക്ഷേ ഇതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് വെലോസിറ്റി ട്രയാങ്കിൾ വേണ്ടാന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോ വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ബൾക്കി ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കുള്ളൂ. പിന്നെ മോഡ്യൂൾ 5 വരുന്ന ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് സ്കെച്ചസ് ഓഫ് ബെൽറ്റ്, ചെയിൻസ്, ഡ്രൈവ്സ്, ഗിയേഴ്സ്, ഗിയർ ട്രെയിൻസ്, സിംഗിൾ പ്ലെയിൻ ക്ലച്ചസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിസൈൻ, തിയറി ഓഫ് മെഷീനിന്ന് കണക്ട് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. അതും തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മതി, ഒരുപാട് പ്രോബ്ലംസ് ഒന്നും അതിൽ നിന്ന് ചോദിക്കില്ല. ഡയറക്റ്റ് ആയിട്ട് ബെൽറ്റ്, ചെയിൻ, ഗിയർ, ക്ലച്ചസ്, ഈ 4 ടോപ്പിക്കാണത് മെഷീൻ ഡിസൈൻസിൽ നിന്ന് എന്താ കണക്ട് ചെയ്യണം. അപ്പോൾ മോഡ്യൂൾ 4 മോഡ്യൂൾ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെയുള്ള മോഡ്യൂളാണെന്ത്, മോഡ്യൂൾ 6.
അതിൽ വരുന്ന മാനുഫാക്ചറിങ് ആണ് മെയിൻലി വരുന്നത്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ബേസിക്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സാൻഡ് കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിലെ സാൻഡ് കാസ്റ്റിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് മെറ്റൽ മൗൾഡ് കാസ്റ്റിംഗ് ഒന്നും ചോദിക്കാനില്ല. അതേപോലെ തന്നെ ഫോർജിങ്, റോളിങ്. ക്ലിയർ? ഈ 3 ടോപ്പിക്കാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എക്സ്ട്രൂഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ. ഇതാണ് ഇനീഷ്യലി ബേസിക് ഡിസ്ക്രിപ്ഷൻ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്നത്. പിന്നെ വരുന്ന ജോയിനിങ് പ്രോസസ്സാണ്. അതിൽ വെൽഡിങ് വരുന്നുണ്ട്. പിന്നെ വെൽഡിംഗ് എന്ന് പറയുന്നത് പല ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്. ആർക്ക് വെൽഡിംഗ് തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ. സ്റ്റിക്ക് വെൽഡിംഗ്, മിഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, ടിഗ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, ഇങ്ങനെ പല ടൈപ്പ് ആർക്ക് വെൽഡിംഗ് വരുന്നുണ്ട്. പിന്നെ സോൾഡറിങ്, ബ്രേസിങ്, അതിൻ്റെ ആപ്ലിക്കേഷൻ. സോൾഡറിങ്ങും ബ്രേസിങ് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കാം. അതിൽ ടെമ്പറേച്ചർ, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട. പിന്നെ കണ്ടിന്യൂവേഷൻ പോകുന്നിടത്ത് ജോയിനിങ് പ്രോസസ്സിൻ്റെ കേസിൽ നമ്മൾ ആർക്ക് വെൽഡിംഗ് കേസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെഷീനിങ് പ്രോസസ്സിലാണ് ടേണിങ്, ഡ്രില്ലിങ്, മില്ലിങ്, ഗ്രൈൻഡിങ്. ഈ ടോപ്പിക്സ് ആണ് അതിൽ വരുന്നത്. ആൻഡ് ഫൈനലി എന്താണ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് ബ്ലോക്ക് ഡയഗ്രാംസ് ഏതിലാണ്? ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ്, അതേപോലെ കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡ് മാനുഫാക്ചറിങ്, റാപ്പിഡ് ആൻഡ് അഡിക്റ്റീവ് മാനുഫാക്ചറിങ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ മോഡ്യൂൾ 6 വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 4, 5, 6 എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സിമ്പിളാണ്. ബേസിക് മെക്കാനിക്കൽ ഈ ടോപ്പിക്സ് എല്ലാം സിമ്പിളാണ്. ഒരു ഓർഗനൈസ് വേലി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 15 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. പക്ഷെ പഠിക്കുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്ന സെക്ഷനിൽ നിന്ന് പ്രോബ്ലം വേണ്ട, ഇന്ന സെക്ഷനിൽ നിന്ന് തിയറി മാത്രം മതി. അപ്പോൾ അത് വെച്ച് മാത്രം പഠിക്കുക, അല്ലാണ്ട് ആ സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് കൂടുതൽ ബൾക്കി ആക്കാണ്ടിരിക്കുക. ക്ലിയർ? സോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ, ബാക്കി നിങ്ങൾ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ കീപ് വാച്ചിങ് വൺസ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനുള്ള ഡീറ്റെയിൽസിലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.